പഠനം സന്തോഷകരമായി നടക്കുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. ഇതിലെവിടെയെങ്കിലും ഒരു ബ്രേക്കബിൾ മൊമെന്റായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പഠനം എന്നത് നിങ്ങൾക്ക് ലഭ്യമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇടപെട്ട് സംസാരിച്ചാൽ ഐ വിൽ പ്രൂവ്, ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും പഠനം അനായാസം മുന്നോട്ട് കൊണ്ടുപോകാം എന്നത്. ലൈഫിൽ എവിടെയാണെങ്കിലും പഠനത്തെയും പഠനമല്ലാത്ത ജീവിത ലോകത്തെയും നിങ്ങൾ സധൈര്യം സന്തോഷം നേരിടണം. സന്തോഷം നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ അവകാശമാണ്. ബട്ട് സന്തോഷത്തിനു വേണ്ടി എന്ത് ചെയ്യണം എന്നത് നാം അവെയർ ആകണം. സന്തോഷത്തിനു വേണ്ടി നാം എന്ത് ചെയ്യണം എന്നത് നാം അവെയർ ആവുക. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. സന്തോഷത്തിനു വേണ്ടി നാം എന്ത് ചെയ്യണം? ലൈഫിലെ എല്ലാ മൊമെന്റും സന്തോഷമല്ലെങ്കിൽ സന്തോഷത്തിനു വേണ്ടി നാം പലതിനെയും തേടിപ്പിടിക്കും. ചിലരൊക്കെ ലഹരിയെ സന്തോഷത്തിനു വേണ്ടി തേടിപ്പിടിക്കാറുണ്ട്. ലഹരി ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അവിടെ നിന്ന് അങ്ങോട്ടുള്ള ലൈഫ് സക്സസ് ആവുമോ? ഇല്ല. അപ്പോ അവിടെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി വേണം. ലൈഫിനെ ഹാപ്പിയസ്റ്റ് ആക്കുക എന്നതിൽ നമുക്ക് സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. എന്താ സ്ട്രാറ്റജി എന്നറിയോ? ഹാപ്പി ആക്കാൻ വേണ്ടി, മേക്കിംഗ് ഹാപ്പി സൃഷ്ടിക്കാൻ വേണ്ടി നാം ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ, അത് പിന്നീട് റീകോൾ ചെയ്യുന്ന സമയത്തും നമുക്ക് ഹാപ്പി കിട്ടണം. ഹാപ്പി ഉണ്ടാക്കാൻ വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് നാം ഓർക്കുന്ന സമയത്ത് അപ്പോഴും നമുക്ക് ഹാപ്പി കിട്ടണം, അപ്പോഴും സന്തോഷം കിട്ടണം. അപ്പോഴാണ് അത് റൈറ്റ് മോഡാകുന്നത്, ശരിയായ റൂട്ടാകുന്നത്. ആം ഐ റൈറ്റ്? പറഞ്ഞത് മനസ്സിലായോ? അതായത് സന്തോഷത്തിന് വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് ഓർക്കുമ്പോഴും നമുക്ക് സന്തോഷം കിട്ടണം. നമ്മൾ സന്തോഷം കിട്ടാൻ വേണ്ടി ഒരു ലഹരി പാർട്ടി ഉപയോഗിച്ചാൽ അത് പിന്നീട് റീകോൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവോ? ഇല്ല. നമ്മളെ പാരൻസിന്റെ മുമ്പില്, സൊസൈറ്റിയുടെ മുമ്പില്, അല്ലെങ്കിൽ നാം ബഹുമാനിക്കുന്ന ഏതെങ്കിലും ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടാൽ നമുക്ക് ഇഷ്ടാവോ? ഒരാൾ നമ്മുടെ ഒരു ലഹരി പാർട്ടി അത് റെക്കോർഡ് ചെയ്തു, വീഡിയോ പിടിച്ചു, എന്നിട്ട് നാം ബഹുമാനിക്കുന്ന പാരൻസിന്റെ, സൊസൈറ്റിയുടെ, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ, ഫേസ്ബുക്കിലോ അതല്ലെങ്കിൽ ഇൻസ്റ്റയിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പബ്ലിക് സ്പേസിൽ അത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്താൽ നമുക്കിഷ്ടാവോ? ആവോ? ഇല്ല. എന്തുകൊണ്ടാകാത്തത്? ആ ലഹരി പാർട്ടി നാം വിലമതിക്കുന്നില്ല. അത് റീകോൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും അത് സന്തോഷകരമല്ല. നമ്മുടെ ലൈഫിലെ ഏത് മൊമെന്റിനെയും നമുക്ക് സന്തോഷത്തോടെ അഡ്രസ് ചെയ്യാൻ കഴിയും. അതിൽ പഠനം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ പറയുന്നു. പഠനം എന്നതിൽ, ഈ ഒരു പ്രോസസ്സിൽ ഫസ്റ്റ് പേഴ്സൺ, ഒന്നാം വ്യക്തി, അത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളാണ് പഠനത്തെ സന്തോഷകരമാക്കുന്നതിലെ ഒന്നാം വ്യക്തി. വിദ്യാർത്ഥികളാണ്. അവിടെ ആർക്ക് പിഴച്ചാലും നമുക്ക് പിഴക്കില്ല. ഈവൻ ഒരു ടീച്ചർ അവിടെ റൂട്ട് മാറിയാൽ പോലും നമുക്ക് നമ്മുടെ റൂട്ട് മാറാതെ നമ്മെ സേവ് ചെയ്യാൻ നമുക്ക് കഴിയും. ഈവൻ പാരൻസ് ചിലപ്പോഴൊക്കെ നമ്മളെപ്പോലെ എഡ്യൂക്കേറ്റഡ് അല്ലാതിരിക്കാം, എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം. ഇത് രണ്ടായാലും ചിലപ്പോഴൊക്കെ നമുക്ക് സന്തോഷം തരാതിരിക്കാം, സാധ്യതയുണ്ട്. നമ്മുടെ ആയിരക്കണക്കിന് ലേണിംഗ് മെറ്റീരിയൽസ്, നമ്മൾ ആയിരക്കണക്കിന് പഠന വിധേയമാക്കിയ കേസ് സ്റ്റഡീസുകളിൽ പലപ്പോഴും പാരൻസിൽ നിന്ന് സ്റ്റുഡൻസിന് ഹാപ്പി കിട്ടാത്ത, സന്തോഷം കിട്ടാത്ത ധാരാളം കേസ് സ്റ്റഡീസുകൾ കാണാറുണ്ട്. ചിലപ്പോൾ ടീച്ചേഴ്സിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് കാണാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു,
നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഏത് തരത്തിലുള്ള പ്രതിസന്ധി ഉള്ളപ്പോഴും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. ഏത് ടീച്ചറെയും ഏത് പാരന്റിനെയും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ലൈഫ് നിങ്ങൾ ഡ്രീം ചെയ്യേണ്ടത് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡ്രീം ആയിരിക്കണം ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ ഈ നാടിൻ്റെ അഭിമാനമാണ്. നാളെ കേരളം, ഇന്ത്യ, തമിഴ്നാട് ഇതൊക്കെ എന്താകണം എന്ന് തീരുമാനിക്കാൻ പവറുള്ളവരാണ് നിങ്ങൾ. അതിന് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ വിഭവം യുവർ ടൈം, നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ സമയമാണ് പ്രധാനം. സമയത്തെ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് നാളെ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്നത്. ഞാൻ ഈ പറയുന്നതിൽ ഒന്നുകൂടി വ്യക്തമായി പറയുന്നു. അതിനർത്ഥം ഇന്നു മുതൽ മുഷിഞ്ഞിരുന്ന് പഠിക്കണം എന്നില്ല. സന്തോഷത്തോടെ മാത്രമേ പഠിക്കാവൂ. സന്തോഷത്തോടെ പഠിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഓർത്തു വെക്കാനുള്ള കഴിവുണ്ടാകുള്ളൂ. പഠിക്കുന്നത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, കൂടുതൽ അറ്റൻഷൻ പേ ചെയ്യാൻ, ഇതിനെല്ലാം സാധിക്കുക നിങ്ങൾ സന്തോഷത്തോടെ പഠിക്കുമ്പോഴാണ്. പഠിക്കുമ്പോൾ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന മാറ്റർ ഉണ്ടെങ്കിൽ, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ എഴുന്നേറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാനതിൻ്റെ സൊല്യൂഷൻ പറയാം, എൻ്റെ ചെറിയ പരിധിയിൽ നിന്നുകൊണ്ട്. കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് സാധ്യതകൾ കൂടുതലാണ്. ചിലപ്പോഴൊക്കെ ചിലരുടെ സംസാരങ്ങളിൽ കേൾക്കാറുണ്ട്, കാലം വളരെ മോശമാണ്. ഞാൻ പറയുന്നത് കാലം വളരെ നല്ലതാണ്. പഴയതിനെ അപേക്ഷിച്ച് ഇന്ന് നല്ല കാലമാണ്. ചിലരൊക്കെ വിദ്യാർത്ഥികളെ പറ്റി പറയും. പ്രത്യേകിച്ച് നിങ്ങളെക്കുറിച്ച് പറയേണ്ടത് അഡോളസൻസ് എന്നാണ്, കൗമാരം എന്നാണ്. ചിലരൊക്കെ കൗമാരത്തെ പറ്റി പ്രശ്നമുള്ളവരെന്ന് പറയും. സത്യം അങ്ങനെയല്ല. കൗമാരം ഏറ്റവും അനുഗ്രഹീതമായ പ്രായമാണ്, ഏറ്റവും നല്ല ചിന്തയുള്ള പ്രായമാണ്. മറ്റുള്ള പ്രായത്തെക്കാൾ സേവനം ചെയ്യാൻ മനസ്സുള്ളവർ നിങ്ങളുടെ ഈ പ്രായമുള്ളവരാണ്. നല്ല ചിന്തയുള്ളവർ ഈ പ്രായമുള്ളവരാണ്. നന്നായി നല്ല കാര്യങ്ങൾ, വിഭവസമൃദ്ധമായ ഒരു ലോകം സൃഷ്ടിക്കണമെന്ന് ചിന്തിക്കുന്നവർ നിങ്ങളാണ്. നിങ്ങളിലുള്ള കഴിവ് ധാരാളമാണ്, എനർജി വളരെ കൂടുതലാണ്, നിങ്ങളുടെ കഴിവുകൾ കൂടുതലാണ്. ഈ കാലഘട്ടത്തിൽ ഡിവൈസുകളുടെ ലോകം, ആൽഫ ജനറേഷൻ, അത് കുറച്ചുകൂടി ജനറേഷൻ മാറി പറയാൻ പോവുകയാണ്. ഈ ജനറേഷൻ ഒന്നും കുഴപ്പമൊന്നുമില്ല. ആൽഫ ജനറേഷൻ എന്ന് വിളിക്കാൻ കാരണം ഡിവൈസുകൾ കൂടുതൽ യൂസ്ഫുൾ ആയി എന്നതാണ് ആൽഫ ജനറേഷനെ കുറിച്ച് പറയുന്നത്. ചിലരൊക്കെ അത് നെഗറ്റീവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഡിവൈസുകൾ ഒരു പ്രശ്നമാണ്. ഞാൻ പറയുന്നു, ഡിവൈസുകൾ പ്രശ്നമല്ല, ഡിവൈസുകൾ ഒരു സാധ്യതയാണ്. ഡിവൈസുകൾ ഒരു സാധ്യതയാണ്. ഈ ഡിവൈസിൽ നിങ്ങൾ വേസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നോ അതല്ല വളരെ വാല്യുബിളായ കുറെ അങ്ങനത്തെ ഒരുപാട് തിങ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ അതിനുപയോഗിക്കുന്നോ? നിങ്ങൾ വേസ്റ്റ് ആയിട്ടുള്ള റീൽസ് കണ്ടു, കുറെ ആള് വളരെ ചീപ്പായ ലൈഫ് മൊമെന്റ്സ്, വളരെ ചീപ്പ് മൊമെന്റ്സ്, യാതൊരു വാല്യൂ ഇല്ലാത്ത മൊമെന്റ്സ്, അത് റെക്കോർഡ് ചെയ്യുന്നു, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നു. നമ്മൾ അത് കണ്ടിരുന്ന് സമയം കളയുന്നു. അങ്ങനെ കളയുമ്പോൾ ആ കഴിഞ്ഞ സമയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മുഖം വികൃതമാകും. ഞാൻ നേരത്തെ ലഹരി പാർട്ടിയെ കുറിച്ച് പറഞ്ഞല്ലേ, ലഹരി പാർട്ടിയെ കുറിച്ച് നിങ്ങൾ പാരന്റ്സിന്റെ മുമ്പിൽ റീകോൾ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇരിക്കും? സന്തോഷമായിട്ടിരിക്കോ? ഇല്ല. അതുപോലെ ഈ വേസ്റ്റ് ആയിട്ടുള്ള റീൽസ്, ഷോർട്സ് അല്ലെങ്കിൽ അതുപോലുള്ളത് കണ്ട് സമയം കളയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്തെ വെളിച്ചം മങ്ങും. നിങ്ങളുടെ മുഖം വളരെ കളർഫുൾ ആണ്. നിങ്ങളിൽ എല്ലാവരും, നിങ്ങളുടെ മുഖം വളരെ എനർജറ്റിക്കലാണ്. ഒരു പൂന്തോട്ടത്തിലെ പുഷ്പത്തെക്കാൾ
വിഭവസമൃദ്ധമാണ്, ആനന്ദകരമാണ്, മാനുഷിക മൂല്യമുള്ളൊരു മനുഷ്യന് നിങ്ങളുടെ മുഖം. നാളെയുടെ ഈ നാടിനെ കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു നല്ല മനുഷ്യന് വലിയ ധന്യമാണ് ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖം. നിങ്ങളുടെ തൊലികളുടെ നിറം അല്ല ഭംഗി, നിങ്ങളുടെ കഴിവുകളുടെ ആ ഒരു മികവാണ് നിങ്ങളുടെ ഭംഗി. നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇവിടെ ഈ ബോഡി ലാംഗ്വേജ് കൂടി മാറും എപ്പോ? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് മാറുമ്പോൾ. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സ് രണ്ട് പാർട്ടാണ്, 2 പാർട്ട്. 1 കോൺഷ്യസ്, സെക്കൻഡ് സബ് കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ്. ഈ സബ് കോൺഷ്യസ് ആണ് മൈൻഡിന്റെ 90%. 90% സബ് കോൺഷ്യസ് ആണ്. ഈ സബ് കോൺഷ്യസ് നമ്മുടെ ചിന്തയെ എപ്പോഴും വീണ്ടും 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 പിന്തുടർന്നുകൊണ്ടിരിക്കും. ഇവിടെ ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ ഡിവൈസിന്റെ ലോകത്ത് നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം. ഇന്നലെ എൻ്റെ അടുത്തൊരു ഇന്നലെയല്ല, 2 ദിവസം മുമ്പ് ഒരു വിദ്യാർത്ഥി വന്നു. +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. +1 മുഴുവൻ വിഷയങ്ങളിലും A+ കിട്ടിയ കുട്ടിയാണ്. ഇപ്പോൾ അവൻ പ്രധാനപ്പെട്ട 5 മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിസിൻ ഇല്ലെങ്കിൽ അവന് പഠിക്കാൻ കഴിയില്ല, അവന് സ്കൂളിൽ പോകാൻ കഴിയില്ല. മെഡിസിൻ ഇല്ലെങ്കിൽ അവന് പുസ്തകം വായിക്കാൻ കഴിയില്ല. മെഡിസിൻ ഇല്ലെങ്കിൽ അവന് മറ്റൊരാളോട് സംസാരിക്കാൻ കഴിയില്ല. പനിക്കും, വിറയൽ വരും, തലവേദന ഉണ്ടാകും, ആകെ അസ്വസ്ഥനാകും, ക്ഷുഭിതനാകും. എന്താണ് മോന്റെ പ്രശ്നം? അവന്റെ പ്രശ്നം വളരെ നിസ്സാരമായിരുന്നു. പക്ഷെ അതിന്റെ ബിഗിനിങ്ങിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാത്തത് കൊണ്ട്, ഇതിന്റെ തുടക്കത്തിൽ അത് കണ്ടെത്താത്തത് കൊണ്ട് കുറച്ച് രൂക്ഷമായിപ്പോയി, സിവിയറായിപ്പോയി. എവിടെയാ പ്രശ്നം? അവന്റെ ലൈഫിലെ അനുഗ്രഹങ്ങളെ അവൻ സ്വയം അംഗീകരിച്ചില്ല. ആ അനുഗ്രഹങ്ങളെ അംഗീകരിക്കുന്നതിന് പകരം നിസ്സാരമായ ചില പ്രശ്നങ്ങളിൽ അവൻ അവന്റെ മനസ്സിനെ ഉടക്കി. അവന്റെ മനസ്സ് നിസ്സാരമായ അവൻ നേരിട്ട പ്രശ്നങ്ങളിൽ ഉടക്കിയതിന്റെ പേരിൽ അതിങ്ങനെ കൂടി 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 അതിന് കുറെ ഡൈവേർഷനുകൾ ഉണ്ടാവും. ഈ ഡൈവേർഷനുകൾ പ്രശ്നമായി മാറിയത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഏതോ ഒരു സമയത്ത് ഒരു ടീച്ചർ അവനോട് പറഞ്ഞ ഒരു പദപ്രയോഗം അവനെ ഹേർട്ട് ചെയ്തു. ആ പദപ്രയോഗം അവൻ അങ്ങനെ കൊണ്ടു നടന്നു. അതവനെ പിന്നീടൊരു രോഗിയാക്കി മാറ്റി. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഗുണങ്ങളിൽ ഫോക്കസ് ചെയ്യണം. പഠിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡിവൈസുകളിലെ നല്ല സാധ്യതകളിലാണ്. വേസ്റ്റിന്റെ പിന്നാലെ പോയാൽ നിങ്ങൾക്ക് സമയത്തിൽ ഒരുപാട് പ്രയാസം ഉണ്ടാക്കും, നിങ്ങൾക്ക് നേട്ടത്തിൽ ഒരുപാട് പ്രയാസം ഉണ്ടാക്കും. നിങ്ങൾ തന്നെ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കും. ഈ ഡിവൈസ് എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു വിഷയം വന്നാൽ, ഇപ്പോൾ ഒരു ടീച്ചർ അവന് മനസ്സിലാകാത്ത ചെറിയൊരു വിഷയത്തിൽ ആക്ഷേപിച്ചതാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഴയ പോലെ അല്ല, ഇഷ്ടംപോലെ സാധ്യതകളുണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസോഴ്സുകൾ ധാരാളമുള്ള സമയമാണ്. വളരെ ഡെവലപ്പായിട്ടുള്ള ഇഷ്ടംപോലെ റിസോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് ഒരു ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് മനസ്സിലാകാത്തൊരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങളത് സെർച്ച് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ അടുത്ത കാലത്ത് പോപ്പുലാരിറ്റി കൂടുകയാണ്. പോപ്പുലാരിറ്റി കൂടുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്നറിയാം? റിസോഴ്സുകൾക്ക് വേണ്ടി കോമ്പറ്റീഷൻ ഉണ്ടാകും, മത്സരം ഉണ്ടാകും. മത്സരം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ കൂടുതൽ പേർ പുറന്തള്ളപ്പെടും. കൂടുതൽ പേർ അവരുടെ ജീവിതാവസരങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടും. അതിന് ചെയ്യേണ്ടത്, ഓരോ പോപ്പുലാരിറ്റിയെ കുറിച്ച് വിശദമായി പറയാനുണ്ട്, ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ചെറിയൊരു കാര്യം പറയാം. ഇപ്പൊ ഇന്ത്യയാണ് ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്ന്. ഇന്ത്യയാണ്.
ഇന്ത്യയുടെ പ്രത്യേകത എന്താ? മാനവ വിഭവശേഷിയാണ് ഇന്ത്യയുടെ പ്രധാന വിഭവം. മാനവ വിഭവശേഷി എന്ന് പറഞ്ഞാൽ നാം മനുഷ്യർ, യുവത്വമുള്ള മനുഷ്യർ ഏറ്റവും കൂടുതലുള്ള രാജ്യം എന്ന രീതിയിൽ ലോകരാജ്യങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. ഒരു രാജ്യത്തിന്റെ നേട്ടം ഏതാ? മനുഷ്യരാണ്. മനുഷ്യരിൽ യുവത്വമാണ് ഏറ്റവും വലിയ വിഭവം. ഇവിടെ ഇന്ത്യ രാജ്യത്ത് പോപ്പുലാരിറ്റി കൂടുതലാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അത് തെറ്റാണ്. നിങ്ങൾ കാശ്മീരിൽ പോയിട്ടുണ്ടോ? ഉണ്ടോ? ഡൽഹി പോയവരുണ്ട്? ഒന്ന് റൈസ് ഹാൻഡ്, ഒന്ന് കൈവക്കാവോ? ഡൽഹി, കേരളവും തമിഴ്നാടും അല്ലാത്ത മറ്റ് സ്റ്റേറ്റുകളിൽ യാത്ര ചെയ്തവർ ജസ്റ്റ് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യണം. നിങ്ങളുടെ കേരളത്തിലും തമിഴ്നാട്ടിലും അല്ലാതെ, നിങ്ങളിപ്പോ തമിഴ്നാട്ടിൽ തന്നെ ദിനേന അങ്ങോട്ടും ഇങ്ങോട്ടും തമിഴ്നാടും കേരളവും പരസ്പരം എല്ലാ ദിവസവും സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ് അല്ലാത്ത സ്റ്റേറ്റുകളിലേക്ക് യാത്ര ചെയ്തവര് ഉണ്ടോ? ഏതാ സ്റ്റേറ്റാ? കർണാടക. ഓക്കെ. എവിടെയാ പോയ? ഓക്കെ. മൈസൂർ. ഓക്കെ. പാലസ് കണ്ടോ? സൂ കണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ കർണാടകയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, അതുപോലെ തമിഴ്നാട്ടിൽ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ മനുഷ്യർക്ക് താമസിക്കാനും മനുഷ്യരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കാനും ഒക്കെ ഇഷ്ടം പോലെ സ്പേസുകളുണ്ട്. മനുഷ്യർ താമസിക്കുന്നത് നഗരങ്ങളിലാണ് കൂടുതൽ താമസിക്കുന്നത്. അതുകൊണ്ടാണ് പോപ്പുലാരിറ്റി പ്രശ്നമാകുന്നത്. മനുഷ്യർ ഗ്രാമങ്ങളിലേക്ക് താമസിക്കുകയും ഓരോ മനുഷ്യർക്കും ആവശ്യമായ പഠിക്കാനും ഉയരാനും വർക്ക് ചെയ്യാനുള്ള സാധ്യതകൾ ഓപ്പൺ ചെയ്താൽ ധാരാളം ഇനിയും ഇതിൻ്റെ 6 ഇരട്ടി മനുഷ്യർക്ക് ഇനിയും താമസിക്കാൻ സൗകര്യം നമ്മുടെ നാടുകളിൽ തന്നെയുണ്ട്. ഇനി ഇത് മാറുന്നൊരു സമയത്ത് ഏറ്റവും കൂടുതൽ സ്പേസ് ഒഴിഞ്ഞു കിടക്കുന്നത് 2 ധ്രുവങ്ങളിലാണ്, ആർട്ടിക്, അന്റാർട്ടിക്. ഈ 2 ധ്രുവങ്ങളിലെ പ്രശ്നം എന്താ? ഒരു ധ്രുവത്തിലുള്ളത് മരുഭൂമിയാണ്, മറ്റൊരു ധ്രുവത്തിലുള്ളത് മഞ്ഞുഭൂമിയാണ്. മനുഷ്യർ ഉഷാറായാൽ, നിങ്ങളെപ്പോലെയുള്ള ഭാവിയിലെ കഴിവുള്ളവർ, വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ളവർ വളർന്നു വന്നാൽ ഈ മഞ്ഞ് മരുഭൂമിയിലേക്ക് നീക്കം ചെയ്താൽ മരുഭൂമി ഫലഭൂയിഷ്ടമായ ഭൂമിയായി മാറും. അതുപോലെ മഞ്ഞുഭൂമി താമസയോഗ്യമായി മാറും. അങ്ങനെയാകുമ്പോൾ ഇനിയും യുഗങ്ങളോളം താമസിക്കാൻ മനുഷ്യന് ഭൂമി തന്നെ ധാരാളമാണ്. ഇങ്ങനെ ഒരുപാട് ചിന്തിക്കാവുന്നതാണ് പോപ്പുലാരിറ്റി എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നത്, നിങ്ങൾ പഠനം എന്ന വിഷയം എപ്പോഴും ആസ്വദിച്ച് മാത്രം പഠിക്കും എന്ന് തീരുമാനിക്കണം. ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകാതിരുന്നാൽ നിങ്ങളുടെ ടീച്ചറോട് നിങ്ങൾ ചോദിക്കണം. അത് നിങ്ങളുടെ റൈറ്റ് ആണെന്ന് വിശ്വസിക്കണം. മനസ്സിലായ ഒരു ക്ലാസ് പിന്നീട് പഠനത്തിനൊരു പ്രയാസം നേരിട്ടാൽ നിങ്ങളിങ്ങനെ പ്രതിയായി നിൽക്കരുത്. ടീച്ചേഴ്സ് നിങ്ങൾ ഭയപ്പെടാനുള്ളവരല്ല. നിങ്ങളെ മാതാവിനെ പോലെ, നിങ്ങളെ പിതാവിനെ പോലെ സ്നേഹിക്കാനുള്ളവരാണ്. നിങ്ങളൊരു ജ്യേഷ്ഠനെ പോലെ നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ളവരാണ് നിങ്ങളുടെ ടീച്ചേഴ്സ്. അവരോട് ചോദിക്കണം, ടീച്ചറെ എനിക്ക് ഇന്നത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ട് എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല, എഴുതാൻ പറഞ്ഞതോ പഠിക്കാൻ പറഞ്ഞതോ ഒരു ദിവസം പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ചോദിക്കണം, ഞാൻ എന്ത് ചെയ്യണം. നിങ്ങളൊരു ജ്യേഷ്ഠനെ പോലെ നിങ്ങൾ ആശ്രയിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ടീച്ചേഴ്സിനെ നിങ്ങൾ ആശ്രയിക്കണം. എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഓപ്പണായിട്ട് ചോദിക്കണം. നിങ്ങൾ മനസ്സിലായ ഒരു കാര്യം പിന്നീട് ഒരു പ്രതിസന്ധി നേരിട്ടാൽ അപ്പോഴും നിങ്ങൾ ചോദിക്കണം. നിങ്ങളുടെ ടീച്ചേഴ്സിൽ നിന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പ്രയാസമുള്ള ഒരു കാര്യം ഉണ്ടായാൽ ഒരു പേഴ്സണൽ ടൈം ചോദിക്കണം. പേഴ്സണൽ ടൈം ചോദിച്ചിട്ട് നിങ്ങൾ ആ ടീച്ചറോട് പറയണം, മാഡം അല്ലെങ്കിൽ സാർ, എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചെറിയൊരു പരാതിയുണ്ട്. പറയണം. ഒരിക്കലും നിങ്ങൾ ശത്രുവായി നീങ്ങരുത്. പിന്നെ പുതിയ ക്യാമ്പസിലെ പ്രധാനപ്പെട്ട ഒരു ന്യൂനത, വിദ്യാർത്ഥികളോട് സമൂഹത്തിന് ചിലപ്പോഴൊക്കെ വെറുപ്പ് തോന്നാറുള്ള ഒരു സമയമുണ്ട്. പറയട്ടെ, എപ്പോഴാണെന്ന് ചോദിച്ചാൽ ചില ആഘോഷവേളകളിൽ
ചില സ്ഥാപനങ്ങളിൽ, ഇവിടെ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല, ചില സ്ഥാപനങ്ങളിൽ ആഘോഷവേളകൾ വന്നാൽ വളരെ മോശമായ ചില ആക്ടിവിറ്റീസുകൾ, അതിലൊന്നാണ് പരസ്പരം തല്ലുക. ചിലരൊക്കെ മറ്റു ചിലരെ വെല്ലുവിളിച്ചാൽ അല്ലെങ്കിൽ മറ്റു ചിലരെ കായികമായി തോൽപ്പിച്ചാൽ അത് മികവാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് കഴിവുകേടാണ്. ഒരാളുടെ കഴിവാണ് ആർട്ട് കൊണ്ട് ജയിക്കുക. ആർട്ട് കൊണ്ട് ജയിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ ഒരു സോഴ്സാണ്, നിങ്ങളുടെ സ്കില്ലാണ് ആർട്ടുകൾ. കവിതയോ കഥയോ പ്രഭാഷണമോ അതുപോലെയുള്ള ആർട്ടുകൾ വലിയൊരു ലോകമാണ്. ആർട്ടുകൾ കൊണ്ട് ജയിക്കുന്നതാണ്, കല കൊണ്ട് ജയിക്കുന്നതാണ് കഴിവ്. തല്ലി ജയിക്കുന്നത് ഏത് ഗുണ്ടക്കും കഴിയില്ലേ? അതൊരു കഴിവാണോ? കായികമായി മറ്റൊരാളെ അതിജയിക്കുന്നത്, ശരീരബലം കൊണ്ട് മറ്റൊരാളെ ജയിക്കുന്നത് അത് കഴിവൊന്നുമല്ല. കഴിവെന്താണ്? നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ, ഒരു കൂട്ടുകാരിയെ സംരക്ഷിക്കുന്നതാണ് കഴിവ്. ശാരീരികമായോ സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയത്തിലോ പിന്നോക്കം നിൽക്കുന്ന ഒരാളെ കൈപിടിക്കുന്നത്, അവർക്ക് താങ്ങാവുന്നത്, അത് നിങ്ങളുടെ കഴിവാണ്. അത് നിങ്ങളെ വലുപ്പമാണ്. നിങ്ങളെ സമൂഹം ബഹുമാനിക്കുന്ന നിങ്ങളുടെ കഴിവാണത്. ഇതാണ് നാം ഫോക്കസ് ചെയ്യേണ്ടത്. ഇത് ഇല്ലാതിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ +1 +2 ഒക്കെ പ്രായത്തിലിരിക്കുമ്പോൾ, SSLC ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചില ആഘോഷങ്ങൾക്ക് വേണ്ടി പലപ്പോഴും രക്ഷിതാക്കളോട് വലിയ തുകകൾ വാങ്ങിക്കുന്നവരുണ്ട്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അവരവരുടെ നിത്യചെലവിന് പോലും മനസ്സിൽ തീയിട്ട് കടിക്കഴിയുന്നവരായിരിക്കും. ചിലപ്പോൾ ഒരുപാട് വേജാറും വെപ്രാളങ്ങളും ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നവരായിരിക്കും. ആ സമയത്താണ് ദയാദാക്ഷിണ്യമില്ലാതെ കേവലം ആഘോഷത്തിന് വേണ്ടി വലിയ ഭീമമായ തുകകൾ പാരൻസിന്റെ കയ്യിൽ നിന്ന് സ്റ്റുഡൻസ് വാങ്ങിക്കുന്നത്. അത് വളരെ വഷളാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വളരെ മോശമായി പോകുന്ന, ചുരുങ്ങിപ്പോകുന്ന, വികൃതമായി പോകുന്ന ഒരു ഘട്ടമാണത്. ശരിക്കും നിങ്ങൾ വളരുമ്പോൾ നിങ്ങളുടെ പിതാവിനെ നിങ്ങൾ അറിയണം, നിങ്ങളെ മാതാവിനെ നിങ്ങൾ അറിയണം. ഒരു ദിവസം നമ്മുടെ മാതാവ് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു, എത്രമാത്രം ജോലികൾ ചെയ്യുന്നു. നമ്മുടെ പിതാവ് പലരും എത്രമാത്രമാണ് അവർ കഷ്ടപ്പെടുന്നത്. നമ്മുടെ മാതാവിന് ഒരു 24 മണിക്കൂറിനിടയിൽ അവർക്ക് കൺകുളിർമയാകുന്ന, സന്തോഷമാകുന്ന എന്തെങ്കിലും ഒരു ഇൻപുട്ട് നാം നൽകിയിട്ടുണ്ടോ? അവർക്ക് സന്തോഷമാകുന്ന എന്തെങ്കിലും ഒരു ഇൻപുട്ട് നമ്മൾ നൽകിയിട്ടുണ്ടോ? നാം എപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആകാശം മുട്ടെ വളരും. നിങ്ങൾ ആരായാലും, നിങ്ങൾക്ക് ഏത് മതമായാലും, നിങ്ങളെ ഏത് കക്ഷിയാണെങ്കിലും നിങ്ങൾ ആകാശം മുട്ടെ വളരും. നിങ്ങളെ പാരൻസ് നിങ്ങൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റിയാൽ. ടീച്ചേഴ്സിനെയും നിങ്ങൾ സ്നേഹിക്കണം. സ്നേഹം ഒരു വലിയ സുഖമുള്ള വികാരമാണ്. സ്നേഹം വലിയ സുഖമുള്ള വികാരമാണ്. നിങ്ങൾ അവരിൽ നിന്ന് വല്ലപ്പോഴും പ്രയാസം നേരിട്ടാൽ നിങ്ങൾക്ക് അവരെ മാർഗനിർദ്ദേശം കാണിക്കുക, അവർക്ക് ഡയറക്ഷൻ കൊടുക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഇനി പഠനത്തെക്കുറിച്ച് 1-2 ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കാം. നിങ്ങൾ എന്നെ അധികം മടുക്കരുതല്ലോ. എൻ്റെ കൂടെ ഇരുന്നതിൻ്റെ പേരിൽ നിങ്ങളെ കഷ്ടപ്പെടുത്തുന്നത് അന്യായമാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. പഠിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ വിദ്യാർത്ഥികൾ പ്രയാസം നേരിടാറുള്ളത്, കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, കുറേ സമയങ്ങൾ പഠിക്കുന്നു. ഞാൻ ഒന്നുകൂടി ചേർത്ത് പറയുന്നു, വിഷയം പറയുമ്പോൾ ഒരു ആമുഖം. ഇന്ന് ലോകതലത്തിൽ വിലയിരുത്തിയാൽ വിദ്യാഭ്യാസ സംവിധാനത്തിൽ കൂടുതൽ സമയം പഠനത്തിന് ഉപയോഗിക്കുന്ന അശാസ്ത്രീയ പഠനത്തിന്റെ വക്താക്കളാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ദീർഘസമയം പഠിക്കുക,
അത് അശാസ്ത്രീയമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ആവശ്യമായ സമയം കളിക്കണം, ആവശ്യമായ സമയം പഠിക്കണം. പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഞാൻ പറയാം. ഒന്ന്, ടൈം മാനേജ്മെന്റ് ഉപയോഗിക്കുക. നിങ്ങൾ ഒറ്റക്കാണ് പഠിക്കുന്നതെങ്കിൽ, ഇൻഡിവിജ്വലാണ് നിങ്ങളുടെ പഠനമെങ്കിൽ, അവിടെ ഒരു 40 മിനിറ്റിനിടയിൽ ഒരു ബ്രേക്ക് എടുക്കണം. ആ ബ്രേക്ക് 3 മിനിറ്റിന് താഴെ മതി. 3 മിനിറ്റിന് താഴെ മതി. 40 മിനിറ്റിനിടയിൽ ബ്രേക്ക് എടുത്ത് പഠിക്കുക. അതിൽ ഒരു മുറുക്ക് വെള്ളം കുടിക്കുക. വായിൽ നിറയെ എടുക്കുന്ന വെള്ളം, അത് 3 മുറുക്ക് വരെ ആകാം. ഓവറായിട്ട് വെള്ളം കുടിക്കുന്നതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ഹെൽത്തി അല്ല. ദാഹം ഉണ്ടെങ്കിൽ കുടിക്കാം, അതേസമയത്ത് ദാഹമില്ലാതെ ഓവറായിട്ട് വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. ഒരു 3 മുറുക്ക് വെള്ളമെങ്കിലും 40 മിനിറ്റിനിടയിൽ കുടിക്കുന്നത് നല്ലതാണ്. അത് ഒരു ബ്രെയിൻ ജിം കൂടിയാണ്. ബ്രെയിൻ ജിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ, പ്രത്യേകിച്ച് മൈൻഡിനെ നന്നായി സ്വാധീനിക്കുന്ന, ഫിസിക്കലി സ്വാധീനിക്കുന്ന ഒന്നാണ് ഹൈഡ്രേഷൻ. ഹൈഡ്രേഷൻ വലിയ ഘടകമാണ്, നിങ്ങൾക്കറിയില്ലേ? ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയിലെ എല്ലാ ഇന്റേണൽ ഓർഗൻസും, എസ്പെഷ്യലി ബ്രെയിൻ, എന്ത് ചെയ്യണം? നനഞ്ഞ് പുതിർന്ന് കിടക്കണം, വെള്ളത്തിൽ പുതിർന്ന് കിടക്കണം, വെള്ളത്തിൽ കുതിർന്ന് കിടക്കണം, വെള്ളം നിറഞ്ഞു കിടക്കണം. ഇതാണ് ഹൈഡ്രേഷൻ. ഡീഹൈഡ്രേറ്റഡ് ആകും നിങ്ങൾ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വർക്ക് ചെയ്യുമ്പോൾ. പഠിക്കുമ്പോൾ, ഒരു മണിക്കൂർ പഠനം നടക്കുമ്പോൾ, അതുപോലെ വളരെ ഗഹനമായ വായനകൾ നടത്തുമ്പോൾ, 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ ഡ്രൈ ആകും, ഹൈഡ്രേറ്റഡ് ആകും, ഡീഹൈഡ്രേറ്റഡ് ആകും. അങ്ങനെ ഡീഹൈഡ്രേറ്റഡ് ആകുന്ന സമയത്ത് ഉറക്കം വരികയോ മൂഡ് ഓഫ് വരികയോ ചെയ്യും. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒരു മുറുക്ക് വെള്ളം കുടിക്കുക. ജസ്റ്റ് ഒരു ഫിസിക്കൽ മൂവ്മെന്റ് ഉള്ള ഒരു 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്കിൽ സ്ട്രെച്ച് ചെയ്യുന്നത് നല്ലതാണ്. സ്ട്രെച്ച് ചെയ്യുന്ന അറിയില്ലേ? മലയാളത്തിൽ താടാസനം എന്നാണ് പറയുക. സ്ട്രെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ കിടന്നിട്ട് ചെയ്യാം, നിന്നിട്ടും ചെയ്യാം. കൈയും കാലും ഉൾപ്പെടെ പൂർണ്ണമായി വലിച്ച് നീട്ടി പിടിക്കുന്നതാണ് സ്ട്രെച്ച് ചെയ്യുന്നതിന്റെ രൂപം. ഇനി അറിയില്ലെങ്കിൽ ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്നത് ഒന്ന് സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ കാണിച്ചു തരും, വീഡിയോ തന്നെ കിട്ടും. കിടന്നിട്ട് ചെയ്യാം, നിന്നിട്ട് ചെയ്യാം. സ്ട്രെച്ച് ചെയ്യുക, ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്നത് നല്ലതാണ്. നെർവസിന് ബ്രേക്ക് ഇല്ലാതിരിക്കാൻ അത് നല്ലതാണ്. ഒരേ ഇരുത്തം 1 മണിക്കൂറിൽ കൂടുതൽ ഇരിക്കുന്നത് നല്ലതല്ല. 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് എഴുന്നേറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റുകൾ: 1, ദീർഘസമയം പഠിക്കാതിരിക്കുക. 2ാമത്തെ വിഷയം, പഠിക്കുന്ന വിഷയങ്ങളെ കീവേഡിലേക്ക് ഷോർട്ട് ചെയ്ത് ശീലിക്കുക. പഠിക്കുന്ന വിഷയത്തെ കീവേഡിലേക്ക് ഷോർട്ട് ചെയ്ത് ശീലിക്കുക. ഇത് PSC പോലെയുള്ള പഠനങ്ങൾക്ക് പോലും ഉപകാരപ്പെടുന്നത്. കീവേഡിലേക്ക് ഷോർട്ട് ചെയ്യേണ്ടത് എങ്ങനെ? നിങ്ങളൊരു പാരഗ്രാഫ് പഠിച്ചു. ആ പഠിച്ച പാരഗ്രാഫിനെ അതിലെ ഒരു വേർഡ് എടുത്താൽ ആ വേർഡ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ പാരഗ്രാഫിനെ ഷോർട്ട് ചെയ്യാം. ഒരു പാരഗ്രാഫിനെ ഒരു വേർഡ് കൊണ്ട് ഷോർട്ട് ചെയ്യാം. ഇതിനാണ് കീവേഡ് സിസ്റ്റം എന്ന് പറയാം. 3ാമത്തെ ഒന്നാണ്, ഇപ്പൊ ഇന്ത്യയിലെ വേറിട്ട വഴികളിലൂടെ ജീവിത വിജയം നേടിയവരെന്ന അർത്ഥത്തിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. മുംബൈക്കാരിയായ രശ്മി ബെൻസാൽ എഴുതിയ ഒരു പുസ്തകം. അതിന്റെ മലയാളം കറന്റ് ബുക്സ്, DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു കഥ പറയുന്നുണ്ട്. സൂപ്പർ 30 ട്യൂഷൻ, JEE പോലെയുള്ള എൻട്രൻസ് എക്സാമുകളിൽ ബീഹാറിലെ ഒരു സെന്ററിൽ നിന്ന് 33 പേരെ വരെ ഒരു വർഷത്തെ ഒരു ചാൻസിൽ തന്നെ JEE എക്സാമുകളിൽ സെലക്ഷൻ നൽകാൻ കാരണമായ ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് സൂപ്പർ 30 ട്യൂഷൻ എന്ന് ആ സംവിധാനത്തിന് പേര് വരാൻ കാരണം. അതിൽ ഉപയോഗിച്ച സ്റ്റഡി മെത്തേഡായിരുന്നു ക്വസ്റ്റ്യൻ മേക്കിംഗ്, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. നിങ്ങളൊരു പാരഗ്രാഫ് പഠിക്കുകയാണെങ്കിൽ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചതിന് ശേഷം അതിൽ മാക്സിമം ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുക.
ഇത് നല്ല പഠനമാണ്. അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയത് കീവേഡ് സിസ്റ്റത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നിട്ട് അത് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്ക്. ഞാനിപ്പോൾ എത്ര എണ്ണം പറഞ്ഞു? ഒന്ന്, ടൈം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. 2, കീവേഡ് സിസ്റ്റം പറഞ്ഞു. 3, ക്വസ്റ്റ്യൻ മേക്കിംഗ് പറഞ്ഞു. 4-മത്തത് സ്ട്രോങ് റിവിഷൻ ടെക്നിക്. സ്ട്രോങ് റിവിഷൻ ടെക്നിക് മെമ്മറിയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ പ്രഗത്ഭരുടെ ടെക്നിക്കുകളാണ് സ്ട്രോങ് റിവിഷൻ ടെക്നിക്കുകൾ എന്ന് നാം സൂചിപ്പിക്കുന്നത്. നേരെ ചിലപ്പോൾ നിങ്ങൾ സ്ട്രോങ് റിവിഷൻ എന്ന് ചോദിച്ചാൽ കിട്ടിക്കോളന്നില്ല. ഇത് നാം ഹാപ്പി സോൺ സിസ്റ്റത്തിനിടയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു എലമെന്റ് ഉണ്ടാക്കിയത്. എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ ഇന്ന് പഠിക്കുന്നൊരു പാഠം, ആ പാഠത്തെ നിങ്ങൾ ഷോർട്ട് ചെയ്ത് അതിനൊരു സ്പെഷ്യൽ നമ്പറോ അല്ലെങ്കിൽ സ്പെഷ്യൽ പേരോ കൊടുക്കുന്നു. ഉദാഹരണത്തിന് കെമിസ്ട്രി പഠിക്കുന്നു. കെമിസ്ട്രിയിലെ 3-മത്തെ ചാപ്റ്റർ 3 പാർട്ടാക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അതിൽ 1-മത്തെ പാർട്ട് ഇന്ന് പഠിച്ചു. അപ്പോൾ കെമിസ്ട്രി 3/1. ഓക്കെ, ഇത് നിങ്ങൾ നിങ്ങളുടെ ഡയറിയിലെ ഇന്നത്തെ പേജിൽ മെൻഷൻ ചെയ്തു. ഇന്ന് പഠിച്ചതാണ്. നാളത്തെ പേജിലും നിങ്ങൾ മെൻഷൻ ചെയ്തു. 7-മത്തെ ദിവസത്തെ 30-മത്തെ ദിവസത്തെ പേജുകളിലും മെൻഷൻ ചെയ്തു, അടയാളപ്പെടുത്തി വെച്ചു. 90-മത്തെ പേജിലും അടയാളപ്പെടുത്തി വെച്ചു. നിങ്ങൾ ഈ ഡയറി എല്ലാ ദിവസവും ചെക്ക് ചെയ്യും. നാളെ നിങ്ങൾ ഇന്ന് 40 മിനിറ്റ് എടുത്ത് പഠിച്ച അല്ലെങ്കിൽ 1 മണിക്കൂർ എടുത്ത് പഠിച്ച പാഠം നാളെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ 1 മിനിറ്റോ 2 മിനിറ്റോ മാക്സിമം 3 മിനിറ്റോ മതിയാകും. Am I correct? ഇന്നെടുത്ത് 1 മണിക്കൂർ വേണോ നാളെ വീണ്ടും അത് ഓർക്കാൻ? വേണ്ട, ചെറിയ സമയം മതിയാകും. 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ മതിയാകും. നാളത്തെ പഠനം അരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇന്നലെ പഠിച്ചതിന്റെ കുറിപ്പെടുത്ത് നോക്കുന്നു. ആ കുറിപ്പെടുത്ത് നോക്കുമ്പോൾ ഇന്നലെ പഠിച്ചതെല്ലാം റീകോൾ ചെയ്തു. പ്രയാസാവോ? ഇല്ല. 7-മത്തെ ദിവസം റീകോൾ ചെയ്യുമ്പോഴും സെയിം ആയിരിക്കും. 30-മത്തെ ദിവസം റീകോൾ ചെയ്യുമ്പോഴും സെയിം ആയിരിക്കും. 90-മത്തെ ദിവസം റീകോൾ ചെയ്യുമ്പോഴും സെയിം ആയിരിക്കും. ഈ വിഷയം ഒരു എക്സാമിന് വേണ്ടി ക്വസ്റ്റ്യനായി വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസം നേരിടില്ല. ഇതിനാണ് സ്ട്രോങ് റിവിഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ പഠിച്ച് ശീലമുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും ഭയപ്പെടണ്ട. ഇനി ഒരു കാര്യം കൂടെ പറയാം. നേരത്തെ ഒരു വിദ്യാർത്ഥിയെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ആ വിദ്യാർത്ഥിക്ക് വന്നൊരു മിസ്റ്റേക്ക് എന്താ അറിയോ? എല്ലാവരുടെയും സ്റ്റഡി സ്റ്റൈൽ ഒന്നായിക്കൊള്ളണമെന്നില്ല. സ്റ്റഡി സ്കില്ലുണ്ട്, സ്റ്റഡി സ്റ്റൈലുണ്ട്. രണ്ടാണ്. ചിലർക്ക് നടന്ന് ഉറക്ക വായിച്ചാൽ പെട്ടെന്ന് മനസ്സിൽ ഉറക്കും. അവരങ്ങനെ ചെയ്താൽ മതി. ചിലർക്ക് മൗന വായന നടത്തിയാൽ പെട്ടെന്ന് മനസ്സിൽ ഉറക്കും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഓക്കെ അല്ലേ? മൗന വായന നടത്തുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ജസ്റ്റ് പുസ്തകം എടുക്കുന്നു, അതങ്ങനെ സൈലന്റ് ആയിട്ട് വായന നടത്തും. ചിലർക്ക് അത് വളരെ പെട്ടെന്ന് സ്മാർട്ടായിട്ട് ഫാസ്റ്റായിട്ട് ബ്രെയിനിൽ വരും, പെട്ടെന്ന് മനസ്സിലാവും. ചിലർക്ക് മറ്റൊരാൾ വായിച്ച് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകും. എങ്ങനെ ഉണ്ടാകും? അവരെന്ത് ചെയ്യണം? മറ്റൊരാളെ കൊണ്ടുവന്ന് വായിപ്പിക്കണം? വേണ്ട. അവരെന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ, ഈ നിങ്ങൾക്കിപ്പോൾ ഉള്ള ചാപ്റ്ററുകളെല്ലാം ഡിവൈസുകളിൽ യൂട്യൂബിലോ അതല്ലെങ്കിൽ സൈലം പോലെയുള്ള ഇഷ്ടംപോലെ സോഴ്സുകൾ ഇപ്പം ലഭ്യമാണ്. പേഴ്സണലായും ഇൻസ്റ്റിറ്റ്യൂട്ടുകളായും ഉണ്ട്, പലരും ചെയ്യുന്നവരുണ്ട്. അത്തരം ഏതെങ്കിലും സോഴ്സുകളിൽ നിന്ന് നിങ്ങൾ ഓൺ ചെയ്ത് കേട്ടിരിക്കുക, ശ്രദ്ധയോടെ കേട്ടിരിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ എളുപ്പമായി തോന്നുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ലൈഫിൽ അത് വളരെ ഉപകാരപ്പെടും. ചുരുക്കി ഞാൻ ഒന്നുകൂടി പറയുന്നു, ലൈഫിൽ ഇനി മുഷിഞ്ഞ് പഠിക്കരുത്. നിങ്ങൾ ആരെയും ഭയപ്പെട്ട് പഠിക്കരുത്. നിങ്ങൾ സന്തോഷത്തോടെ പഠിക്കും. റെഡി? ആർ യു റെഡി? യെസ്. നിങ്ങൾ സന്തോഷത്തോടെ പഠിക്കും, നിങ്ങൾ ആസ്വദിച്ച് പഠിക്കും. നിങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും എക്സാമുകളിൽ ഏതിലും ഉയർന്ന നിലവാരം നേടും. നിങ്ങളുടെ സ്കില്ലനുസരിച്ച് പറ്റുമെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തി, അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളോട് മാച്ചബിളായ ഏരിയകൾ ഏതാണെന്ന് കണ്ടെത്തി
ഇപ്പോൾ തന്നെ ഡ്രീം സെറ്റ് ചെയ്യണം. വെറുതെ ഡ്രീം സെറ്റ് ചെയ്യരുത്. ഒരു ദിവസം ഒരു പെൺകുട്ടി എൻ്റെ അടുത്തൊരു കൗൺസിലിങ്ങിന് വന്നു. അതിനിടയ്ക്ക് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല ഡ്രീം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു IAS ആണ് എൻ്റെ ഡ്രീം. സത്യത്തിൽ ആ കുട്ടിക്ക് IAS ഡ്രീം അല്ല. ഡ്രീം എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അതിന് കുറെ റൂട്ടുകളുണ്ട്. അതിന് വേണ്ട ഒരു ട്രാക്കും ആ കുട്ടി ലോണും അല്ല. അങ്ങനെയാണ് ആ കുട്ടി IAS എന്ന് പറയുന്നത്. നോക്കുമ്പോൾ ഏതോ ഒരു സെഷനിൽ ഒരാളുടെ മോട്ടിവേഷൻ സ്പീക്കിംഗ് കേട്ടിട്ട് അതിൽ ഞാൻ IAS ആകുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഡ്രീം ചെയ്യുന്നതിന് അതിൻ്റെതായ റൂട്ടുകളുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ പഠിച്ചാൽ നല്ലതാണ്. നിങ്ങൾക്ക് അതൊക്കെ ഡ്രീമിന്റെ ഏതൊക്കെ റൂട്ടുകൾ സ്വീകരിക്കണം, ഏതൊക്കെ സ്റ്റെപ്പുകൾ സ്വീകരിക്കണം എന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഡ്രീം സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കിൽ ചെക്ക് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത്. ഡ്രീമിന് നിങ്ങളൊരു വൈ കാണണം. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ആ ഡ്രീം ചെയ്യുന്നു എന്ന് കാണണം. ലൈഫിൽ എപ്പോഴും നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകം കൂടെ പറയാം. എ ബ്രീത്ത് ബിക്കംസ് എയർ എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? നജാസ്. ഞാൻ അതിന്റെ ആശയം കൊണ്ട് പേര് ഉദ്ധരിക്കാം. എ ബ്രീത്ത് ബിക്കംസ് എയർ എന്ന് പറയുന്ന രണ്ടു പേര്, അവർ ലോകത്ത് അറിയപ്പെട്ട ന്യൂറോളജിസ്റ്റുകളായിരുന്നു, ഭാര്യയും ഭർത്താവും. അവരെഴുതിയൊരു പുസ്തകമുണ്ട്. ആ വാക്കിന്റെ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ഈ ശ്വാസം കേവലം കാറ്റായി മാറുന്ന ഒരു സമയം. എന്ന് പറഞ്ഞാൽ ജീവിതം മരണമാകുമ്പോൾ എന്നാണ് ആ പുസ്തകത്തിന്റെ അർത്ഥം. അറിയപ്പെട്ട രണ്ട് ന്യൂറോളജിസ്റ്റുകൾ, ഭാര്യയും ഭർത്താവും, അവരുടെ ഒരു ലൈഫിലെ ഒരു കഥയാണത്. എന്തെന്നറിയോ? വെൻ ബ്രീത്ത് ബിക്കംസ് എയർ, ഒരു ശ്വാസം ഒരു കേവലം കാറ്റായി മാറുമ്പോൾ, ജീവിതം മരണമാകുമ്പോൾ എന്നതിൻ്റെ ഒരു നല്ല സാഹിത്യമുള്ള പ്രയോഗമാണത്. അതെന്താണ് അർത്ഥം എന്ന് പറയാം, ചുരുക്കി പറയാം. ലോകത്ത് അറിയപ്പെട്ട അവര് US നിന്നാണ് ഈ പുസ്തകം രചിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഇന്ത്യൻസ് ആണ്, തമിഴ്നാട് സ്വദേശിയാണ്. യെസ്, ലോകത്തറിയപ്പെട്ടവരാണ് രണ്ടുപേരും. ഞാൻ അതിന്റെ പശ്ചാത്തലം പറയാം. അവര് ഒരുപാട് കാലം ഓടി നടന്ന് ഒരുപാട് സർജറികൾ ചെയ്തു, ഒരുപാട് മനുഷ്യരെ രക്ഷപ്പെടുത്തി, ഒരുപാട് മനുഷ്യർ മരിക്കുന്നത് നേരിട്ട് കണ്ടു. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയപ്പെട്ട ആൾക്ക് ലങ്സിൽ ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നത്. നേരത്തെ ഡോക്ടറായിരുന്ന ആൾ പേഷ്യന്റായി ചികിത്സയ്ക്ക് വിധേയമാകുന്ന സമയത്താണ് ഞാൻ മരണത്തിന് കീഴടങ്ങുകയാണെന്ന് മനസ്സിലാകുന്നത്. ആ സമയത്താണ് അവരൊരു കാര്യം ആലോചിക്കുന്നത്: ഞാൻ എന്തിനാ ഡോക്ടറായത്? അവർ രോഗിയായതിനു ശേഷം അവർ രണ്ടുപേരും ആലോചിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം. അവർക്ക് അതിനുശേഷം ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞുണ്ടായിട്ട് കുഞ്ഞിന്റെ കൂടെ ഏതാനും ദിവസങ്ങൾ അവർ ജീവിച്ചു. ആ സമയത്താണ് അവർ പറഞ്ഞത്, ഡ്രീം എന്തായിരുന്നു, എന്താകണമെന്നറിയുന്നത് ഇപ്പോഴാണ്. ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യുന്നത് ജീവിതത്തിന് വേണ്ടിയാണ്. ആദ്യം നമുക്കൊരു ജീവിതം വേണം, നമുക്ക് പാരൻസ് വേണം, നമുക്ക് ഫാമിലി വേണം. ഇല്ലെങ്കിൽ ജീവിതത്തിന്റെ വാല്യൂസ് ആയിപ്പോകും, കാറ്റായി പോകും, അർത്ഥമില്ലാത്ത ശൂന്യമായി പോകും. നമുക്ക് പേഴ്സണൽ ലൈഫ് വേണം. പേഴ്സണൽ ലൈഫ് ഇല്ലാതെ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്താൽ നാം ശൂന്യമായി പോകും. അപ്പൊ ഡ്രീം സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ സ്കില്ലുകൾ എന്തൊക്കെ. ഒരാൾ ഒരു ഹൗസ് വൈഫ് ആകുന്നത്, ഒരാൾ ഒരു ഫാദർ ആകുന്നത് ഒരു വലിയ ലൈഫ് ഡ്യൂട്ടിയാണ്. ലൈഫിൽ ഒരാൾ വലിയ ഒരു IPS, IAS, IFS ആകുന്നതിനേക്കാൾ വലുതാണ് ഒരാൾ നല്ലൊരു അച്ഛനാകുന്നത്, നല്ലൊരു അമ്മയാകുന്നത്, ഒരു നല്ല പിതാവാകുന്നത്, നല്ല മാതാവാകുന്നത്. ഒരു ലൈഫിലെ ഏറ്റവും വലിയ ഒരു വാല്യൂ ആണ്. അതിന് മേലെ അതില്ലാത്തൊരു പ്രൊഫഷൻ, അത് ശൂന്യമാണ്. അത് പറയുന്നത് കൂടിയാണ് വെൻ ബ്രീത്ത്സ് ബിക്കംസ് എയർ എന്ന പുസ്തകം. ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടാകണം. ആ ഡ്രീമിൽ നിങ്ങൾ നാളെയുടെ വലിയ വലിയ വക്താക്കളായി മാറണം.
സംരംഭകരാകണം. നാളെയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിലെ പ്രധാനപ്പെട്ട കീ പൊസിഷനിലുള്ളവരാകണം. നാളെ ഈ സമൂഹത്തിന് ഡയറക്ഷൻ നൽകാൻ പറ്റിയ വലിയ ഇന്റലിജന്റ് ആയിട്ട് നിങ്ങൾ മാറണം. വലിയ നിർമ്മാതാക്കളായി നിങ്ങൾ മാറണം. നല്ല അധ്യാപകരായി മാറണം. നല്ല നിർമ്മാതാക്കളായി മാറണം. നല്ല സാമൂഹിക നേതാക്കളായി മാറണം. നല്ല സോഷ്യൽ ലീഡറായിട്ട് മാറണം. ഇതിനെല്ലാം കഴിയുന്നവരാണ് നിങ്ങൾ. നിങ്ങളിലെല്ലാം അതിലോരോരുത്തരിലും അതിലെ ഗുണങ്ങൾ ഇങ്ങനെ തെളിഞ്ഞുദിച്ചു നിൽക്കുന്നുണ്ട്. ഞാൻ ഈ പറയപ്പെട്ട കഴിവുകളെല്ലാം സത്യത്തിൽ ഒരു സൂര്യനിൽ നിന്ന് ഉദിച്ച് രശ്മികളായി ഉയരുന്നത് പോലെ നിങ്ങളുടെ മുഖത്ത് നിന്ന് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിനെ മൂടിക്കെടുത്താൻ നിങ്ങൾ ആരെ അനുവദിക്കരുത്. ഇതിന് തടയിടാൻ നിങ്ങൾക്ക് ലോകത്തൊരാളെയും നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങളെല്ലാം കഴിവുള്ളവരാണ്. നിങ്ങളെല്ലാം നല്ലവരാണ്. നിങ്ങളെല്ലാം ഭാഗ്യമുള്ളവരാണ്. ഈ ഭാഗ്യം നിങ്ങൾ ഇവിടെ തെളിയിച്ച് കാണിക്കുക എന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾ കഴിവുള്ളവരാകുന്നത് സുഖങ്ങളെ അനുഭവിക്കുമ്പോൾ അല്ല, മറിച്ച് ഏത് സുഖങ്ങളെയും ഏത് ദുഃഖങ്ങളെയും തരണം ചെയ്യാനുള്ള സന്നദ്ധതയുണ്ടാകുമ്പോഴാണ് നിങ്ങൾ ശരിക്കും യഥാർത്ഥ ഒരു മനുഷ്യനായി മാറുന്നത്. സുഖങ്ങളുടെ അടിമയാകരുത്. പ്രയാസങ്ങളെ ഭയപ്പെടുന്നവനുമാകരുത്. അസൗകര്യങ്ങൾ ഭയപ്പെടുന്നവരാകരുത്. അതേസമയത്ത് സുഖങ്ങളുടെ അടിമയോ ആകരുത്. സുഖങ്ങൾ അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ സുഖങ്ങളുടെ അടിമയായാൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രയാസമാണ്. ഞാൻ ഈ അടുത്ത് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നു. ആ കുട്ടി ഇതുപോലെ മെഡിസിൻ കഴിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്നറിയാം? ആ കുട്ടിക്ക് അവരുടെ സഹപാഠികളിൽ ചിലരെ പോലെ ചില ബ്യൂട്ടി വർക്കുകൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ചിലരുടെ ഹെയർ കട്ടിങ്ങുകൾ, അതുപോലെ ചിലരുടെ ചില ഡ്രസ്സിങ്ങുകൾ, അതുപോലെ എത്ര ശ്രമിച്ചിട്ടും ഈ കുട്ടിക്ക് പറ്റിയില്ല. അത് മനസ്സിനെ വല്ലാതെ ഹേർട്ട് ചെയ്തു. അതാണ് ഒരു കുട്ടിയെ രോഗിയാക്കി മാറ്റിയത്. നമുക്ക് നമ്മളിലുള്ള ഓരോ കഴിവും, നിങ്ങളുടെ സ്കിന്നിന്റെ കളർ, നിങ്ങളുടെ ഫേസിന്റെ ഷേപ്പ്, നിങ്ങളുടെ ബോഡി ഷേപ്പ്, ഇതെല്ലാം മികവുറ്റതാണ്. അതെല്ലാം ആസ്വാദ്യകരമാണ്. അതെല്ലാം നല്ലതാണ്. അതെല്ലാം ഉണ്ടായിരിക്കെ തന്നെ നിങ്ങൾ കഴിവുള്ളവരാണ്. ഒരു ദിവസം ഒരു കുട്ടി എന്നോട് പറഞ്ഞു, എന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് വിക്കാണ്. വിക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, സംസാരത്തിനുള്ള പ്രയാസം. അപ്പോ ആ കുട്ടി നല്ല ഇന്റലിജന്റ് ആണ്, നല്ല കഴിവുള്ള കുട്ടിയാണ്, നല്ല ഓർമ്മശക്തിയുണ്ട്, ബ്രില്യൻ്റ് ആണ് ആള്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, കേരളം വളരെ ശ്രദ്ധയോടെ നോക്കിക്കണ്ടിരുന്ന നിരവധി പ്രഗത്ഭരായ പേരെ, അതിലൊരാളെ ഞാൻ ഉദ്ധരിച്ചു. EMS കേട്ടിട്ടുണ്ടോ? കേരളം ശ്രദ്ധിച്ച ബുദ്ധിമാനായ ഒരു മുഖ്യമന്ത്രി കൂടിയായിരുന്നു. അദ്ദേഹത്തിന് വിക്കുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് കുറവുണ്ടോ? ഇല്ല. ലോകപ്രശസ്തരായ പലരും സംസാരത്തിൽ പ്രയാസമുള്ളവരുണ്ട്. അതിന്റെ പേരിൽ അവരുടെ ലോകത്തെ, അവരുടെ അവസരങ്ങൾ കുറഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ കുറവുകളിലേക്കല്ല നോക്കേണ്ടത്, നിങ്ങളുടെ കഴിവുകൾ. ഓരോരുത്തരും ലോകത്തിന് അനിവാര്യമാണ്. ഓരോരുത്തരും ലോകത്തിടമുള്ളവരാണ്. ഉള്ളതിൽ സന്തോഷിച്ച് ജീവിക്കുക. ഒരു നിമിഷവും നിങ്ങൾ ദുഃഖിച്ച് ജീവിക്കരുത്. റൈറ്റ് നൗ നിങ്ങൾ തിരിച്ചറിയാൻ റെഡിയാണെങ്കിൽ ഇതൊരു ബിഗിനിങ് ആണ്, ഇതൊരു തുടക്കമാണ്. നിങ്ങളുടെ സന്തോഷത്തിലെ ഒരു തുടക്കമാണ്. നമ്മുടെ ജീവിതത്തിലെ, ഈ പ്രപഞ്ചത്തിലെ വളരെ അടിപൊളിയായിട്ട് പോകുന്ന പ്രപഞ്ചത്തിലെ പ്രധാനപ്പെട്ട ഒരു ബിന്ദുവാണ്, ഒരു കേന്ദ്രമാണ്, ഒരു പോയിന്റാണ് നാം ഓരോരുത്തരും. അത് തിരിച്ചറിഞ്ഞ് നമ്മിലെ സന്തോഷങ്ങൾ കണ്ടെത്തി ജീവിക്കുക. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ പറ്റുമെങ്കിൽ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഒരു തെറാപ്പി സ്റ്റൈലിൽ ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി ഞാൻ പഠിച്ചിരുന്നു. 2 ഡേ പ്രോഗ്രാമിന് ഞാൻ പേ ചെയ്തത് 50,000 ആണ്. 50,000 രൂപയാണ്. US ഓറിയന്റഡ് ആയ ഒരു കോഴ്സ് ഉണ്ട്, ഹീൽ യുവർ ലൈഫ്, ലവ് യുവർ സെൽഫ് എന്നാണ് കോഴ്സിന്റെ പേര്.
ഞാനത് ചെയ്യാൻ കാരണം ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ട് നിരവധി മാരകമായ രോഗമുള്ളവരുടെ രോഗങ്ങൾ മാറിയപ്പോൾ ഞാനത് പഠിക്കാൻ തീരുമാനിച്ചു. അതിൽ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയാം. ഒരിക്കലും ഞാനൊരു പ്രഭാഷണം നടത്തിയിട്ട് ആ പ്രഭാഷണം കഴിയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അധ്യാപകൻ എന്നോട് ചോദിച്ചു, ഞാൻ എൻ്റെ സഹോദരിയും കൂട്ടിയിട്ട് നിങ്ങളടുത്ത് വരട്ടെ? ഞാൻ ചോദിച്ചു, എന്തിനാ? ആ പ്രശ്നമില്ല, ജസ്റ്റ് സംസാരിക്കാനാണ്, ഫ്രീ ആയിട്ടും സംസാരിക്കാനാണ്. വരാൻ പറഞ്ഞു. അദ്ദേഹത്തിന് സമയം കൊടുത്തു, ഒരു 40 മിനിറ്റ് സമയം കൊടുത്തു. അദ്ദേഹം 2 ഫാമിലിയെ കൂട്ടിയിട്ട് വന്നു, ഏകദേശം 10-15 പേരോളം. അവരെൻ്റെ അടുത്ത് വരുന്നത് എന്തിനാണെന്നറിയോ? ഈ സഹോദരി മാരകമായ ഒരു രോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അവരുടെ രോഗം? തല പൊട്ടുന്നത് പോലെ വേദനിച്ചുകൊണ്ടേയിരിക്കും. വെളിച്ചത്തിലേക്ക് നോക്കാൻ പറ്റില്ല, വെള്ളം കുടിച്ചാൽ പ്രയാസം, ഉറക്കം കിട്ടുന്നില്ല. എന്നാൽ ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ പറ്റുന്നില്ല. എഴുന്നേറ്റ് നടക്കുമ്പോഴും ഇതുപോലെ. ഇങ്ങനെ എനി ടൈം ഈ സഹോദരി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ ഡയഗ്നോസിസ് ടെസ്റ്റുകളും കഴിഞ്ഞു. CT സ്കാന്, MRI സ്കാന്, എല്ലാ സ്കാനുകൾ ചെയ്തു. ട്രീറ്റ്മെന്റുകൾ പരാജയപ്പെട്ടു. 2 വർഷത്തിലേറെയായി ഇത് തുടരുന്നു. അങ്ങനെ ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ആക്ച്വലി ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. 14 ദിവസം തികയുന്നതിന് മുമ്പ് അവരുടെ രോഗത്തിന്റെ 80% മാറി. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി? നിങ്ങൾ മുസ്ലിംസ് ഒക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡിന് ഉപയോഗിക്കുന്ന വാക്കാണ് അൽഹംദുലില്ല. എന്തുകൊണ്ട് വിശേഷം ചോദിച്ചാൽ ഒരു മുസ്ലിം പറയാ അൽഹംദുലില്ല. ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു വേർഡാണത്. താങ്ക്സ് എന്നാണ് അതിന്റെ മറ്റൊരു വാക്ക്. ഇത് നാം നമ്മുടെ ഏത് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്കും താങ്ക്സ് പറഞ്ഞ് ശീലിക്കുക. യുഎസുകാരിയായ ലൂയിസ് ലഹേ എന്ന് പറയുന്ന ഒരു ലേഡി 57-ാമത്തെ വയസ്സിൽ ക്യാൻസർ പിടിപെട്ടിട്ട് 4th സ്റ്റേജ് കഴിഞ്ഞുപോയി. മെഡിസിൻ ഫലിക്കാതെ പോയി. ആ സമയത്താണ് അവർ ഈ പഠനത്തിലേക്ക് ഇറങ്ങുന്നത്. 97 വയസ്സുവരെ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചു ശേഷം ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ 97 വയസ്സുവരെ ജീവിച്ചു എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് മാനസികമായി ശാരീരികമായി പ്രയാസപ്പെടുന്നവർക്ക് ട്രീറ്റ്മെന്റ് നൽകുകയും അതിന് പാറ്റന്റ് എടുക്കുകയും ചെയ്തു അവർ. നിങ്ങൾ സെർച്ച് ചെയ്താൽ ഒരു പുസ്തകം കിട്ടും, യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്നൊരു പുസ്തകം കിട്ടും ഇംഗ്ലീഷിൽ. മില്യൺ കണക്കിന് വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണത്. ആ പുസ്തകം വായിക്കുന്നത് നല്ലതാണ്. അതിൽ ഈ ആശയം പ്രതിപാദിക്കുന്നുണ്ട്. ഏതായാലും ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഒരു പുസ്തകത്തിൽ ഒരു ദിവസം രാവിലെ ഒരു 20 മിനിറ്റ് ഒരു 33-ൽ ചുരുങ്ങാത്ത നമ്മുടെ അനുഗ്രഹങ്ങൾ എഴുതുന്നു, നമ്പർ ഇട്ട് എഴുതുന്നു. എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൽ ഓരോന്നും റീഡ് ചെയ്യുക. റീഡ് ചെയ്തിട്ട് വളരെ ഹാപ്പി മൊമെന്റ്, ഹാപ്പി സ്റ്റൈലിൽ താങ്ക്സ് പറയാം. മുസ്ലിംസ് ഒക്കെ ആണ് അൽഹംദുലില്ലാ പറഞ്ഞാൽ മതി. താങ്ക്സ്, ഓരോന്നിനും താങ്ക്സ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് കണ്ണുണ്ട്. 2, എൻ്റെ കണ്ണിന് കാഴ്ചയുണ്ട്. 3, എൻ്റെ കണ്ണിന് പുരികം ഉണ്ട്. 4, എൻ്റെ കണ്ണിന് ഇതിനെന്താ പറയാ, കൺപീലിയുണ്ട്. 5, എൻ്റെ കണ്ണ് അടക്കാൻ കഴിയും. 6, എൻ്റെ കണ്ണ് എനിക്ക് സ്വയം തുറക്കാൻ കഴിയും. 7, എൻ്റെ കണ്ണിന് ദീർഘകാഴ്ചയുണ്ട്, ദൂരക്കാഴ്ചയുണ്ട്. 8, എൻ്റെ കണ്ണിന് അടുത്ത വസ്തുക്കൾ കാണാനുള്ള കാഴ്ചയുണ്ട്. ഇതെല്ലാം വേറെ വേറെയാണ്. കണ്ണിന്റെ റെറ്റിനയെ കുറിച്ചും ലെൻസിനെ കുറിച്ചും ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ? പഠിച്ചാൽ മനസ്സിലാകും. അപ്പോൾ ഓരോന്നും വേറെ വേറെയാണ്. ഇതെല്ലാം ഒരു കണ്ണിനെ കുറിച്ച് തന്നെ ധാരാളം പറയാനുണ്ട്. അങ്ങനെ ഓരോന്നും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ ഡ്രസ്സ് എനിക്ക് സ്വയം വെയർ ചെയ്യാൻ, സ്വയം ധരിക്കാൻ പറ്റി. എൻ്റെ ഷർട്ടിന്റെ ബട്ടൺ എനിക്ക് സ്വയം ഇടാൻ പറ്റി. ഇത് നിസ്സാരാണോ? ഞാൻ നിസ്സാരല്ലെന്ന് മനസ്സിലാക്കിയപ്പോഴെന്നറിയോ, ഞാനൊരു പ്രോഗ്രാമിന് വേണ്ടി ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി വുളു ചെയ്തു. വുളു ചെയ്തതിന് ശേഷം ഈ ബട്ടൺ ഇടാൻ പറ്റുന്നില്ല. എൻ്റെ കൈയുടെ ഇവിടെ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മറ്റൊരു സുഹൃത്തിനോട് ചോദിച്ചു, ഇതൊന്ന് ബട്ടൺ ഒന്ന് ഇട്ട് തരുമെന്ന് ചോദിച്ചു. അയാൾ എനിക്ക് ബട്ടൺ ഇട്ട് തന്നു. അപ്പോഴാണ് ആ ബട്ടൺ മറ്റൊരാൾ ഇടുമ്പോഴുള്ള കഷ്ടപ്പാട് മനസ്സിലാക്കിയത്. നിങ്ങൾ ധരിച്ച ഏതെങ്കിലും ഒരു വസ്ത്രം നിങ്ങൾക്ക് മറ്റൊരാൾ ഇട്ട് തരുന്ന ഒരു രംഗം ആലോചിച്ച് നോക്ക്.
അപ്പോഴാണ് നമ്മിലെ ചെറിയ ചെറിയ അനുഗ്രഹങ്ങളുടെ വലുപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രീതിയിൽ നാം നമ്മുടെ ചെറിയ അനുഗ്രഹങ്ങൾ നോട്ട് ചെയ്ത് അതിന് താങ്ക്സ് പറഞ്ഞാൽ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ട് മാറുന്നത് കാണാം. ഇനി ജസ്റ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം. നമ്മുടെ ടൈം ഓവർ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ ഉന്നയിക്കാനുണ്ടെങ്കിലൊക്കെ ചോദിക്കാമായിരുന്നു. ജസ്റ്റ് ഒരു 2 പേര് നിങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് പറയാൻ പറ്റുമോ? നിങ്ങളെ പഠനത്തിൻ്റെ സ്റ്റൈല്, അതുപോലെ തന്നെ പഠിക്കുന്ന രീതി, അതിലെന്തെങ്കിലും ചേഞ്ച്, അതുപോലെ നേരത്തെ പറഞ്ഞ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, അതുമായി ബന്ധപ്പെട്ട് വല്ലതും നിങ്ങൾക്ക് പങ്കുവെക്കാനുണ്ടെങ്കിൽ, ഒരു സൊല്യൂഷൻ ഇല്ലാതെ നിങ്ങൾ പോകുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഇവിടെ മറുപടി ഉണ്ട്. ജനറലായിട്ട് പറയാൻ പറ്റുന്നതാണ് ഇവിടെ പറയും. അതല്ലെങ്കിൽ പോകുന്നതിന് മുന്നേ ആ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദായിട്ട് പെട്ടെന്ന് കണ്ടാൽ, നേരത്തെ പറഞ്ഞ അത്തരം കരിയർ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ മക്കൾക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന മാനേജ്മെന്റും അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സെഷനൊക്കെ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ അത്തരത്തിലുള്ള വേദനകൾ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പഠനത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയറിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇപ്പോൾ പറയുക. അതല്ലെങ്കിൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം പറയുന്നതിലൂടെ മറ്റൊരാൾക്ക്, എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിക്ക് അവരുടെ പ്രശ്നങ്ങൾ മാറി കിട്ടും എന്നുള്ള തരത്തിലുള്ള പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനും ഇവിടെ മറുപടി ഉണ്ട്. ഉസ്താദ് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇൻഷാ അല്ലാഹ് ഉസ്താദ് മറുപടി ഏത് രീതിയിലാണെങ്കിലും പറയാം. അക്കാദമിക്കലി ആണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും സ്പിരിച്വലി ആണെങ്കിലും മറുപടി ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ടാകും. എന്നാൽ എല്ലാവരും ആക്റ്റീവായിട്ട് ചോദിക്കുക. സാധാരണ ഇത്തരം സെഷനിൽ ചോദിക്കാൻ വേണ്ടി ഞാൻ നിർബന്ധിക്കാത്തത്, ഒരു 6 മണിക്കൂർ സെഷൻ നടക്കുമ്പോഴാണ് ഒരു സ്വസ്ഥമായി ചോദിക്കാനുള്ള വില്ലിങ്നെസ് ഉണ്ടാകുക. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ നിർബന്ധിക്കാത്തത്. അതേസമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ പ്രസംഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് ശീലമുള്ള ആരെങ്കിലും ജസ്റ്റ് ഈ പ്രോഗ്രാമിനെ പറ്റി ഫീഡ്ബാക്ക് പറയാൻ പറ്റിയവരുണ്ടോ? ഫീഡ്ബാക്ക് ജസ്റ്റ് ഒരു അഭിപ്രായം പറയാൻ പറ്റിയവരുണ്ടോ? അതിന് ഞാൻ ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് ഇനി ധൈര്യം വരണം. എപ്പോഴും ഒരു പ്രോഗ്രാം നടന്നാൽ ആ പ്രോഗ്രാമിനെ പറ്റി ഫീഡ്ബാക്ക് ചോദിച്ചാൽ പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകണം. അത് നിങ്ങളുടെ റൈറ്റ് ആണ് എന്ന് മാത്രമല്ല, ഞാനത് എന്തിനും കൂടിയാണ് ചോദിക്കുന്നതെന്നറിയാം. ഒരു സ്ഥലത്തൊരു ആവശ്യം വന്നാൽ അത് സ്റ്റാൻഡേർഡായിട്ട് പ്രതികരിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ ഈ ഫീഡ്ബാക്ക് പറഞ്ഞ ശീലം വേണം. ഒരു ക്ലാസ് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ മനസ്സിലാകാത്ത വിഷയം ചോദിക്കാനുള്ള ഒരു സ്കിൽ, അത് നിങ്ങളുടെ കയ്യിൽ വരണം. അതുണ്ടാകണം എപ്പോഴും. അതായത് ഇമ്പൾസീവായി പ്രതികരിക്കരുത്, വൈകാരികമായി പ്രതികരിക്കരുത്. വൈകാരികമായി പ്രതികരിക്കുമ്പോൾ നമ്മൾ 2ാം നമ്പർ ആകും. വൈകാരികമല്ലാതെ ഒരു കോഗ്നിറ്റീവ് ലെവലിൽ പ്രതികരിക്കാനുള്ള ഒരു ശേഷിയാണ് ഈ ഫീഡ്ബാക്ക് പറയുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, അതുകൂടി പരിശീലിക്കണം. എപ്പോഴും ഓരോരുത്തർക്കും പറയാൻ പറ്റണം. ജസ്റ്റ് ഫീഡ്ബാക്ക് ചോദിച്ചാൽ പറയാൻ പറ്റണം. അത് നിങ്ങളുടെ കഴിവാണ്, നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. എവിടെയും ഇപ്പം നിങ്ങളൊരു യാത്രയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ, അതല്ലെങ്കിൽ ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം ഇമ്പൾസീവ് ആകാതെ അഥവാ വൈകാരികമാകാതെ ഇമോഷണലി ആകാതെ ഒരു കോഗ്നിറ്റീവ് ലെവൽ പറയാൻ നിങ്ങൾക്ക് കഴിയണം. അത് പരിശീലിക്കണം. അത് പരിശീലിക്കുക എന്നുള്ളതും നമ്മുടെ സ്കില്ലുകളിൽപ്പെട്ടതാണ്. അപ്പോഴാണ് ലൈഫിൽ നമ്മൾ വിജയിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെ ഇമ്പൾസീവ് ആകാതെ പറയാം, എങ്ങനെ ഒരു നിലവാരത്തിൽ പ്രതികരിക്കാം, അതിനുള്ളൊരു സ്കില്ല് കൂടിയാണ് ഫീഡ്ബാക്ക് കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ഏതായാലും ഇത്രയും സമയം വളരെ എൻ്റെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ പ്രതികരണം വളരെ സജീവമായിരുന്നു. എല്ലാവരും ശ്രദ്ധയോടെ എന്നെ കേൾക്കാൻ സന്നദ്ധമായി. നിങ്ങളുടെ ഓരോരുത്തരുടെയും കോൺസെൻട്രേഷൻ, അതുപോലെ അറ്റൻഷൻ വളരെ നന്നായിരിക്കുന്നു. അതുപോലെ പറയുന്ന കാര്യത്തെക്കുറിച്ചും നന്നായി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് 99.99. ഓക്കെ, താങ്ക്സ്. താങ്ക് യു.
ഈ ഒരു സെഷനിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്റ്റഡീസിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്ക്, അതുപോലെ തന്നെ ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ട ചില സാധ്യതകൾ കൂടെ പറഞ്ഞ് സന്തോഷിപ്പിച്ചതിന് വളരെ നന്ദി. വിംസിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും ഉസ്താദിനെ അറിയിക്കുകയാണ്. താങ്ക് യു.